എടോ, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. സിംഹത്തെ പോലെ ഗർജിക്കുക, പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കുക, കാട്ടുതീ പോലെ പടരുക. കേൾക്കാൻ നല്ല രസമാണല്ലേ? പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നുമല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാട്ടിലെ കൊതുകുകളെ കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു കാട്ടിലൂടെ പോകുമ്പോൾ നമ്മളെ സിംഹമാണോ അതോ കൊതുകുകളാണോ കൂടുതൽ ശല്യം ചെയ്യാറുള്ളത്? സിംഹം വല്ലപ്പോഴും മുന്നിൽ വരും. അത് വന്നാൽ ഒന്നെങ്കിൽ നമ്മൾ ഓടും, അല്ലെങ്കിൽ അത് നമ്മളെ മാറ്റി വെച്ച് പോകും. എന്നാൽ ഈ ചെറിയ കൊതുകുകളുണ്ടല്ലോ, നമ്മൾ നടക്കുന്ന ഓരോ ചുവടിലും അവ നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. വലിയ വലിയ പ്രതിസന്ധികളല്ല നമ്മളെ തോൽപ്പിക്കുന്നത്. പകരം നമ്മൾ ദിവസവും നേരിടുന്ന, മറ്റുള്ളവർക്ക് വളരെ ചെറുതെന്ന് തോന്നുന്ന ചില കൊതുക് കടികളാണ്. അവയാണ് നമ്മളെ തളർത്തുന്നത്. നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് ദിവസവും പറയുന്ന ആൾക്കാർ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവർ, നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറയുന്ന എനിക്ക് പേടിയാണെന്ന് തോന്നൽ. അതുകൊണ്ട് വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ദിവസവും അസ്വസ്ഥമാക്കുന്ന ഈ ചെറിയ നെഗറ്റീവുകളെ അടിച്ചു മാറ്റാൻ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും വിചാരിക്കും എല്ലാം തികഞ്ഞ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന്. അങ്ങനെ ഒരു ദിവസം ഒരിക്കലും വരില്ല. ഒരു കപ്പൽ ഉണ്ടാക്കുന്നത് തുറമുഖത്ത് സുരക്ഷിതമായി നിർത്തിയിടാനല്ല, അത് ആഞ്ഞടിക്കുന്ന തിരമാലകളെ കീറി മുറിച്ച് മുന്നോട്ട് പോകാനാണ്. കടൽ ശാന്തമാകാൻ കാത്തു നിന്നാൽ ആ കപ്പൽ അവിടെ കിടന്ന് തുരുമ്പെടുത്തു പോവും. നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ്. സാഹചര്യം അനുകൂലമാകാൻ കാത്തിരിക്കുന്നത്. ഉള്ള സാഹചര്യം വെച്ച് മുന്നോട്ടിറങ്ങുക. തോറ്റുപോയേക്കാം എന്ന ഭയമുണ്ടോ? ഓർക്കുക, വീഴാത്തവനല്ല, വീണിടത്തു നിന്ന് എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ അതിലും ഒരു ചെറിയ മാറ്റം വരുത്തി പറയാം. വീഴുന്നതൊരു കുറവല്ല, പക്ഷെ വീണ് കിടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് അവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ ധൂളിയുടച്ച് എഴുന്നേറ്റ് വീണ്ടും നടക്കാം. തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ തീപ്പൊരി മറ്റാരും വന്ന് കത്തിച്ചു തരുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ സ്വയം ഒരു അഗ്നിപർവ്വതമായി മാറുക. ഒരു വിജയം നേടുമ്പോൾ കൈയടിക്കാൻ 1000 പേർ വരും. പക്ഷെ അതിനു മുൻപുള്ള കഠിനാധ്വാനത്തിൻ്റെ രാത്രികളിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ആ ഒറ്റപ്പെടലിനെ ഭയക്കാതിരിക്കുക. കാരണം ഇരുണ്ട രാത്രികൾക്ക് ശേഷമേ മനോഹരമായ ഒരു പുലരി ഉണ്ടാകൂ. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ വലിയൊരു സപ്പോർട്ട് ഈ ദുനിയാവിലില്ല. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കൂ. അവിടെ കാണുന്ന ആ മുഖമില്ലേ, അതിനോട് പറയൂ, ഇതുവരെ ഞാൻ തോറ്റിട്ടില്ലെങ്കിൽ ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇറങ്ങിത്തിരിക്കൂ. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്നു. ഉലയ്ക്കാൻ കഴിയാത്ത വിധം മണ്ണിൽ ആഴത്തിൽ വേരോടിയ ഒരു വൻമരമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ദിവസവും തളർന്നിരിക്കാറുള്ള ഒരു കൊച്ചു പക്ഷി ചോദിച്ചു, നിനക്ക് മടുക്കാറില്ലേ? എന്നും ഒരേ നിൽപ്പ്, ചൂടും മഴയും മഞ്ഞും എല്ലാം സഹിച്ച് ഈ ഒരൊറ്റ സ്ഥലത്ത്. മരം ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, കാരണം എൻ്റെ വേരുകൾ ഈ മണ്ണിലാണ്. അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നാണ്. അതെൻ്റെ സ്നേഹമാണ്. പക്ഷി അത്ഭുതത്തോടെ നോക്കി. പക്ഷേ എനിക്ക് പറക്കണം, പുതിയ ആകാശങ്ങൾ കാണണം. ഇവിടെ തന്നെ ഇരുന്നാൽ ഞാൻ ഇല്ലാതായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. മരം തൻ്റെ ഒരു കൊമ്പ് പക്ഷിക്ക് ഇരിക്കാനായി താഴ്ത്തിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ചിറകുകളാണ് നിന്റെ പ്രതീക്ഷ. ആകാശത്തേക്ക് നോക്കൂ. അവിടെ നിനക്കായി കാത്തിരിക്കുന്നത് വലിയൊരു ലോകമാണ്. വീഴുമെന്ന ഭയം നിന്റെ ചിറകുകളേക്കാൾ വലുതാകാൻ അനുവദിക്കരുത്. പക്ഷി ചോദിച്ചു, പക്ഷെ ഞാൻ തനിച്ചായാലോ? പാതി വഴിയിൽ എൻ്റെ ശക്തി ചോർന്നു പോയാലോ? മരം അതിൻ്റെ ഇലകൾ അല്പം കൂടി വിടർത്തി. കാറ്റിൽ ഒരു സംഗീതം പോലെ മന്ത്രിച്ചു. നിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, തോറ്റുകൊടുക്കില്ലെന്ന ഒരു വാശിയുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വഴികാട്ടും. വീഴ്ചകളുണ്ടാകാം, പക്ഷെ ഓരോ വീഴ്ചയും അടുത്ത ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതാണ് നിന്റെ ആത്മവിശ്വാസം. ആ വാക്കുകൾ കേട്ടതും പക്ഷിയുടെ കണ്ണുകളിൽ പുതിയൊരു വെളിച്ചം വന്നു. അത് ചിറകുകൾ വിടർത്തി മരത്തോട് യാത്ര പറഞ്ഞ് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ദൂരങ്ങൾ താണ്ടി
സ്വന്തം സ്വപ്നങ്ങൾ കീഴടക്കി ആ പക്ഷി തിരികെ ആ പഴയ മരച്ചുവട്ടിലെത്തി. ഇപ്പോൾ അതിന് ഭയമില്ലായിരുന്നു, മറിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ തക്കവണ്ണം കരുത്തുള്ള ചിറകുകളുണ്ടായിരുന്നു. ആകാശം എത്ര വലുതാണ്, അതിനേക്കാൾ ദൂരം പറക്കാനുള്ള ശേഷിയുണ്ട്. പ്രതിസന്ധികൾ തളർത്തുമ്പോൾ ഓർക്കുക, ഏറ്റവും മനോഹരമായ പ്രഭാതം ഉണ്ടാകുന്നത് ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷം മാത്രമാണ്. വീണുപോകുന്ന നിമിഷങ്ങളിൽ ഒരു കൈത്താങ്ങാകാനും ഉയരങ്ങളിലെത്തുമ്പോൾ വേരുകൾ മറക്കാതിരിക്കാനും കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്.